മനസ്സിൻ്റെ മുറിവുകളും വെറുപ്പും പ്രതികാരവുമൊക്കെ ചിന്തിച്ചിരുന്നാൽ സന്തോഷം ഒരിക്കലും ഉണ്ടാകില്ല. മറ്റുള്ളവരുടെ തെറ്റും അതിൻ്റെ ഫലങ്ങളും മാത്രം ചിന്തിച്ച് ജീവിതം മുന്നോട്ട് നയിക്കാനും കഴിയില്ല. ജീവിതം വളരെ ചെറുതാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ മുറിവുകൾക്കുള്ള മരുന്ന് സ്നേഹവും ക്ഷമയുമാണ്. ആ മരുന്ന് നൽകാൻ കഴിയുന്ന ഡോക്ടർ നിങ്ങൾ മാത്രമാണ്. നമ്മുടെ ചിന്തകളാണ് നമ്മളെ ഒരുക്കിയെടുക്കുന്നത്. നമ്മൾ എന്താണോ ആയിത്തീരുന്നത് അതിന് കാരണവും നമ്മുടെ ചിന്തകളാണ്. നമ്മുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ സന്തോഷം ഒരു നിഴൽ പോലെ നമ്മളെ പിന്തുടരും, ഒരിക്കലും വിട്ടകലാതെ. നിങ്ങളുടെ സന്തോഷം, മനസ്സ്, ജീവിതം എന്നിവ നിയന്ത്രിക്കാനുള്ള ശക്തി മറ്റുള്ളവർക്ക് നൽകുന്നത് നിർത്തുക. നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങൾ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ മറ്റൊരാൾ നിയന്ത്രിക്കാൻ ബാധ്യസ്ഥനാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവാം. ദുഃഖമില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. സന്തോഷവും ദുഃഖവും അടുത്ത സുഹൃത്തുക്കളെപ്പോലെ എന്നും ഒപ്പമുണ്ടാകും. നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നമ്മുടെ കയ്യിൽ തന്നെയാണ്. ഏത് സാഹചര്യത്തിലും ചെറിയ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്തുക. ഒരിക്കലും ഒരാളെ പൂർണ്ണമായും മനസ്സിലാക്കിയെന്ന് വിചാരിക്കരുത്. എത്രയൊക്കെ പ്രിയപ്പെട്ടവർ ആണെങ്കിലും അവസ്ഥയോ സാഹചര്യമോ മാറുമ്പോൾ അവരുടെ മറ്റൊരു മുഖം കൂടി കാണേണ്ടി വന്നേക്കാം. സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ഓർമ്മകൾ മാത്രമാണ്. കാരണം എത്ര കാലം കഴിഞ്ഞാലും ഓർമ്മകൾക്ക് മധുരം കൂടുന്നതല്ലാതെ ഒട്ടും കുറയുകയില്ല. സ്വപ്നങ്ങൾ പലപ്പോഴും നമുക്ക് ഒരു ആശ്വാസമാണ്. ജീവിതത്തിൽ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നവരെ ഇത്തിരി നേരമെങ്കിലും നമ്മുടെ കൂടെ പിടിച്ചിരുത്താൻ സ്വപ്നങ്ങൾക്ക് മാത്രമേ കഴിയൂ. എപ്പോഴും ഒരു നല്ല വ്യക്തി ആവാൻ നോക്കുക. അത് മറ്റുള്ളവരെ ധരിപ്പിക്കേണ്ട ആവശ്യമില്ല. മനസ്സിൽ നന്മയുള്ളവർ അത് തിരിച്ചറിയും. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ജീവിതം അഭിനയമായി തീരും. നമ്മുടെ തെറ്റുകളും കുറവുകളും മറ്റൊരാൾ തിരുത്താൻ നിർബന്ധിക്കാതെ നമ്മൾ തന്നെ സ്വയം കണ്ടെത്തി തിരുത്താൻ ശ്രമിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം സന്തോഷവും സമാധാനവും ഉള്ളതായി തീരുന്നത്. പ്രശ്നങ്ങളിലേക്ക് നോക്കിയാൽ 1000 പ്രശ്നങ്ങൾ കാണാം. അവസരങ്ങളിലേക്ക് നോക്കിയാൽ 1000 അവസരങ്ങളും കാണാം. ഇത് രണ്ടും എന്നും എപ്പോഴും എല്ലായിടത്തും ഉണ്ട്. പക്ഷേ എവിടെ നോക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്.